ChatGPT ഇന്നൊരു ബസ് വേർഡാണ്. ഓപ്പൺ AI എന്ന കമ്പനി 2022 നവംബറിൽ പുറത്തിറക്കിയ അന്ന് മുതൽ പൊതുജനങ്ങളുടെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ പര്യായമായി അത് മാറി. ഏത് വിഷയത്തിലുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, കവിത എഴുതാൻ, ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇമെയിൽ എഴുതാൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ, ആളുകൾ ChatGPTയുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തുന്നത് ഇങ്ങനെ നിരവധി മേഖലകളിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ചോദ്യം പ്രസക്തമാകുന്നത്. ChatGPT ചിന്തിക്കുന്നുണ്ടോ? അതിന് ബുദ്ധിയുണ്ടോ? നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. രണ്ട്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതെങ്കിലും മേഖലയിൽ പരിമിതമായിട്ടുള്ള ആപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ചെസ്സ് കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ. അതിന് ലോക ചെസ് ചാമ്പ്യനെ കൂടി തോൽപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ കൂടി അതിൻ്റെ ഉപയോഗം ചെസ്സ് കളി എന്ന പരിമിതമായ മേഖലയിൽ മാത്രം പരിമിതമാണ്. മനുഷ്യബുദ്ധിയുടെ കാര്യം പക്ഷേ അങ്ങനെയല്ലല്ലോ. അത് വ്യത്യസ്തമായ മേഖലയിലേക്ക്, കഴിവുകളിലേക്ക്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലേക്ക് നീണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ശാസ്ത്രത്തിൻ്റെ ശ്രമങ്ങളെയാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI എന്ന ടെർമിനോളജി സൂചിപ്പിക്കുന്നത്. ChatGPT അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ ചോദ്യം: ChatGPTക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട്? ChatGPTക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ നിർണ്ണയിക്കും എന്ന പ്രശ്നമുണ്ട്. കമ്പ്യൂട്ടർ മേഖലയുടെ വികാസത്തിന് വഴിയൊരുക്കിയ ഗണിതജ്ഞനായ അലൻ ട്യൂറിംഗ് 1950കളിൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് പിന്നീട് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് അറിയപ്പെട്ടത്. ഈ ടെസ്റ്റ് പറയുന്നത്, ഒരു മനുഷ്യനെ താൻ മറ്റൊരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയും നമുക്ക് ചിന്തിക്കുന്ന, ബുദ്ധി ഉപയോഗിക്കുന്ന ഒന്നായി പരിഗണിക്കാം എന്നാണ്. വിധികർത്താവ് ഒരു അടഞ്ഞ മുറിയിൽ നേരിട്ട് കാണാനാവാത്ത വിധം ഒരു മനുഷ്യനോടും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോടും മാറി മാറി സംസാരിക്കുന്നു. വിധികർത്താവിന് ഏതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഏതാണ് മനുഷ്യൻ എന്ന് തിരിച്ചറിയാൻ സംസാരത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് സാധിക്കുന്നുണ്ടോ എന്നതാണ് ടെസ്റ്റ്. ഈ ഒരു മാനദണ്ഡമാണ് കണക്കിലെടുക്കുന്നത് എങ്കിൽ ChatGPT ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സാവാനുള്ള വലിയ ശതമാനം സാധ്യത കാണിക്കുന്നു. കാരണം അതിന് മനുഷ്യൻ്റെ പ്രതികരണങ്ങളുമായി അത്രയധികം സാദൃശ്യമുണ്ട്. അപ്പോൾ ChatGPTക്ക് ബുദ്ധിയുണ്ട് എന്നാണോ? 1980 അമേരിക്കൻ തത്വചിന്തകനായ ജോൺ സേൾ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിന്താ പരീക്ഷണം മുന്നോട്ട് വച്ചു. ഒരു അടഞ്ഞ മുറി, അതിന് നിർദ്ദേശങ്ങൾ ഉള്ളിലേക്ക് നൽകാൻ കഴിയുന്ന ഒരു കിളിവാതിലുണ്ട്. അതിലൂടെ ചൈനീസ് ലിപിയിൽ എഴുതിയ ഒരു ചോദ്യം അകത്തേക്ക് കൊടുത്താൽ രണ്ടാമത്തെ മറ്റൊരു കിളിവാതിലിലൂടെ അതിൻ്റെ ഉത്തരം ലഭിക്കും. എന്നാൽ മുറിയുടെ ഉള്ളിലുള്ള ആൾക്ക് ചൈനീസ് ഭാഷ വശമില്ല. അയാളുടെ കയ്യിൽ അതിസങ്കീർണമായ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് മാത്രമാണ് ഉള്ളത്. ഇന്ന ചിഹ്നം അകത്തേക്ക് വന്നാൽ ഇന്ന ചിഹ്നം പുറത്തേക്ക് നൽകണം എന്ന് വിശദമായി സൂചിപ്പിക്കുന്ന ഒരു ബുക്ക്ലെറ്റ്. അത് പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ അകത്തേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് രണ്ടാമത്തെ കിളിവാതിലിലൂടെ അദ്ദേഹം ഉത്തരങ്ങൾ നൽകുന്നത്. ഇവിടെ മുറിയിൽ നിന്ന് കൃത്യമായ ഉത്തരം സ്വീകരിക്കുന്ന പുറത്തുള്ള വ്യക്തി ധരിക്കുന്നതിന് വിപരീതമായി
ഉള്ളിലുള്ളയാൾക്ക് ചൈനീസ് ഭാഷ അറിയില്ല. എന്തു തരം ആശയവിനിമയമാണ് ഇവിടെ നടക്കുന്നത് എന്നതുപോലും അയാൾക്ക് അറിയില്ല എന്നതാണ് രസകരം. വിധികർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രോഗ്രാമിന് ബുദ്ധിയും ചിന്തയുമുണ്ട് എന്ന ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ പ്രമാണം ഇവിടെ നിരാകരിക്കപ്പെടുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു. അതിനുമപ്പുറം ജോൺ സേൾ ചിന്തയും ബുദ്ധിയുമായി ബന്ധപ്പെട്ട മൗലികമായ ഒരു ആശയം കൂടി ഈ ചിന്താ പരീക്ഷണത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചിഹ്നങ്ങളുടെ, വാക്കുകളുടെ ഘടനയെ സംബന്ധിച്ച ക്രമമാണ് സിൻടാക്സ്. ഈ ക്രമവിന്യാസത്തിൻ്റെ ഭൗതിക രൂപത്തെയാണ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ അതുമാത്രം ബുദ്ധിയുടെ തെളിവാകുന്നില്ല. നാം മനുഷ്യർ ഈ ചിഹ്നങ്ങളെ അതിൻ്റെ അർത്ഥത്തിൻ്റെ തലത്തിൽ മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു. അതാണ് സെമാൻറ്റിക്സ്. വാക്കുകളോട് നാം പ്രതികരിക്കുന്നത് അതിനോട് നാം ചേർത്ത് വയ്ക്കുന്ന അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ചിഹ്നങ്ങളുടെ, വാക്കുകളുടെ കേവലമായ ക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. സിൻടാക്സിൻ്റെ തലത്തിൽ നിന്ന് സെമാൻറ്റിക്സിൻ്റെ തലത്തിലേക്ക് ഉയരുക എന്നതാണ് അപ്പോൾ ബുദ്ധിയുടെ, ചിന്തയുടെ പ്രധാനപ്പെട്ട ലക്ഷണമായി പറയാൻ സാധിക്കുക. ചൈനീസ് റൂം ആർഗ്യുമെൻ്റ് എന്നറിയപ്പെട്ട ജോൺ സേർലിൻ്റെ ചിന്താ പരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ഇതാണ്. ChatGPTയുടെ കാര്യം നോക്കുക. അവ പ്രവർത്തിക്കുന്നത് LLM അൽഗോരിതംസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ അൽഗോരിതംസ്. അതിൽ ഫെഡ് ചെയ്യപ്പെട്ട ലാംഗ്വേജ് ഡാറ്റയിൽ നിന്ന്, വമ്പിച്ച ലാംഗ്വേജ് ഡാറ്റയിൽ നിന്ന് അതിൻ്റെ ക്രമവിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥിതിവിവര സാധ്യമായ, സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോബബിളായ വാക്കുകളുടെ ഒരു ഔട്ട്പുട്ട് അത് സൃഷ്ടിക്കുന്നു. മനുഷ്യഭാഷയോട് ഈ ഔട്ട്പുട്ടിനെ തുലനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും അത് കേവലം സിൻടാക്സിൻ്റെ ലെവലിൽ മാത്രമാണ് എന്ന് കാണാം. അതിന് ലഭ്യമായ പാറ്റേൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സംഭവ്യതയുള്ള അടുത്ത വാക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈ പ്രക്രിയയിൽ അതിൻ്റെ അർത്ഥതലം വളരെ ഏറെ വിദൂരത്താണ്. അതുകൊണ്ടാണ് AI മേഖലയിൽ ഉണ്ടായ ഗണ്യമായ ഒരു വഴിത്തിരിവാണ് ChatGPT എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് നോം ചോംസ്കി ദ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ കുറിക്കുന്നത്. ഞാനത് വായിക്കാം. Today, our supposedly revolutionary advancements in artificial intelligence are indeed cause for both concern and optimism. Optimism because intelligence is the means by which we solve problems. Concern because we fear that the most popular and fashionable strain of AI, machine learning, will degrade our science and debase our ethics by incorporating into our technology a fundamentally flawed conception of language and knowledge. അറിവിനെയും ഭാഷയെയും കുറിച്ച അടിസ്ഥാനപരമായ വികലധാരണയിൽ നിന്ന് മാത്രമേ ChatGPTയുടെ പ്രെഡിക്റ്റീവായ വാക്കുകളുടെ ഉൽപ്പാദനത്തെ ബുദ്ധിയായി പരിഗണിക്കാൻ കഴിയൂ എന്നതാണ് ഇതിൻ്റെ സാരം. LLM മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി AI മാതൃകകൾ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. വാട്സപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന മെറ്റ AI, ബിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന കോപൈലറ്റ്, ഇവയെല്ലാം തന്നെ LLM അൽഗോരിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയോടൊക്കെ നാം ദൈനംദിനമായി ഇടപഴകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നാം ഉന്നയിച്ച ചോദ്യം പ്രസക്തമാവുന്നത്. ഇനിയും നിരവധിയായ ചർച്ചകളിലേക്ക് ഇത് നമ്മെ നയിക്കും എന്ന കാര്യം തീർച്ചയാണ്.